وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. الله أكبر الله أكبر الله أكبر، لا إله إلا الله، الله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി കൊണ്ട് ജീവിക്കണം നടത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിച്ച അവന്റെ അനുഗ്രഹീത ദാസന്മാർ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാസക്കാലം നീണ്ടുനിന്ന അന്നപാനീയങ്ങളും ഭക്ഷണങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് രാവുകളിൽ അള്ളാഹുവിന് മുന്നിൽ സുജൂദിലായി നാം ചെലവഴിച്ച ധന്യമായ ആ നിമിഷങ്ങൾ നമ്മിൽ നിന്ന് കടന്നുപോയിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ നിയമം പറഞ്ഞിടത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഒരു എളുപ്പമാണ്, നേരെ മറിച്ച് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ഞെരുക്കമല്ല എന്ന് റമദാനിന്റെ നിയമം പറഞ്ഞിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ റമദാൻ മാസം അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഇച്ഛകളെ മാറ്റിവെച്ച് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരുപാട് ഇച്ഛകളുണ്ട്. ആ ഇച്ഛകളെല്ലാം മാറ്റിവെച്ച് എൻ്റെ റബ്ബ് കൽപ്പിച്ച രൂപത്തിൽ, എൻ്റെ റബ്ബ് പഠിപ്പിച്ച രൂപത്തിൽ, അതേ രൂപത്തിൽ ജീവിക്കുവാൻ ഒരു മാസക്കാലം നമ്മൾ പരിശ്രമിച്ചു. ഇനി അതിന് നമുക്കുള്ളൊരു ആഘോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പാടാക്കി തന്നൊരു ആഘോഷമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്, തുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു എണ്ണമറ്റ ദിവസങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുകയും വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ തക്ബീർ ചെയ്യുവാൻ വേണ്ടി, അലാ മാ ഹദാക്കും, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുവാനും ആ ഇസ്ലാമിനെ പറ്റി പഠിക്കുവാനും ആ ഇസ്ലാമിന്റെ ഒരു ഭാഗമായി ജീവിക്കുവാനും കൃത്യമായി നോമ്പനുഷ്ഠിക്കുവാനും ഈ റമദാൻ മാസത്തിന്റെ എൻ്റെ റബ്ബ് കൽപ്പിച്ച രൂപത്തിൽ എല്ലാവിധ ഇച്ഛകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എൻ്റെ റബ്ബ് പഠിപ്പിച്ച രൂപത്തിൽ ആ റമദാനിനെ പൂർത്തീകരിക്കുവാൻ സാധിച്ചതിൽ, എനിക്ക് ഹിദായത്ത് നൽകിയതിൽ എൻ്റെ റബ്ബിന് വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി മാറുവാൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം
ഈ ഒരു തക്ബീറിലൂടെ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള നമ്മുടെ കടപ്പാടാണ്, അള്ളാഹുവിനോടുള്ള നമ്മുടെ വിനയമാണ്, അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹമാണ്, അള്ളാഹുവിനോട് നമ്മൾ അർപ്പിക്കേണ്ടുന്ന നമ്മുടെ അടുക്കൽ നിന്നുള്ള നന്ദിയാണ്. അതാണ് നമ്മുടെ ഈ തക്ബീർ മൊഴികളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ റബ്ബിനോടുള്ള എന്റെ നന്മയും ആ റബ്ബിനോടുള്ള എന്റെ നന്ദിയും ആ റബ്ബിനോടുള്ള എന്റെ കടപ്പാടുമാണ് ഈ ഒരു അവസാനത്തിൽ ആ റമദാനിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ നമ്മളെല്ലാവരും മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആ റമദാനിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരു നോമ്പ് നോറ്റ വ്യക്തിക്ക്, റമദാനിൽ ജീവിച്ച വ്യക്തിക്ക് അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 2 സന്തോഷങ്ങളാണ്. ഒരു നോമ്പുകാരന് 2 സന്തോഷമാണ്. അതിലൊരു സന്തോഷം എന്ന് പറയുന്നത് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ആ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. നമുക്കെല്ലാം ഒരു പകൽ മുഴുവൻ നീണ്ട വിശപ്പിനും ദാഹത്തിനും ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് ആദ്യത്തെ സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. എന്നാൽ രണ്ടാമത്തേതാണ് അതിപ്രധാനമായിട്ടുള്ളത്. രണ്ടാമത്തെ സന്തോഷമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നമ്മുടെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ച, നമുക്ക് ഈ കണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നേടിത്തന്ന ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുണ്ടല്ലോ, അതാണ് ഏറ്റവും അതിപ്രധാനമായിട്ട് സന്തോഷം. അതൊരിക്കലും നമുക്ക് ഈ ലോകത്ത് വെച്ച് നേടിയെടുക്കുവാൻ സാധിക്കില്ല. നേരെ മറിച്ച് എന്റെ റബ്ബിനെ ഞാൻ എന്റെ മരണാനന്തരം എന്റെ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അത് അവിടെ ലഭിച്ചാണ്. ആ പാരത്രിക ലോകത്ത് വെച്ചാണ് നമുക്ക് ലഭിക്കുക. ആ പാരത്രിക ലോകത്ത് വെച്ച് ആ ഒരു സന്തോഷം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരം, നമ്മൾ നോറ്റ നോമ്പുകൾ, നമ്മൾ നിർവഹിച്ച എല്ലാ സൽക്കർമ്മങ്ങളും എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ്. ആ ഒരു ചിന്തയിൽ നിന്ന് മാത്രമേ നമുക്ക് നാളെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നമസ്കാരം നിർവഹിച്ചു, നമ്മൾ നോമ്പ് നിർവഹിച്ചു, പക്ഷേ ആ നമസ്കാരവും ആ നോമ്പുമെല്ലാം അതെന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്ത എന്റെ നമസ്കാരമാകട്ടെ അതെന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചിട്ടുള്ള നമസ്കാരമാണോ? അതുപോലെ തന്നെ ഞാൻ ഈ നോമ്പ് നോറ്റത് എന്റെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള നോമ്പ് നോൽക്കലായിരുന്നു. അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ നാം നിർവഹിച്ചു. ആ രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണോ നമ്മൾ ആ നമസ്കാരം നിർവഹിച്ചത് എന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, ഏതൊരു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാലും, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങളാകട്ടെ, സക്കാത്തുകളാകട്ടെ, ഏതൊരു അമൽ സ്വാലിഹാത്തും നിർവഹിച്ചു കഴിഞ്ഞാലും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹുവേ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഞാൻ ചെയ്ത എന്റെ നമസ്കാരമുണ്ടല്ലോ, ചിലപ്പോൾ ചില പാകപ്പിഴവുകൾ സംഭവിച്ചേക്കാം. ഞാൻ നോറ്റ നോമ്പുണ്ടല്ലോ, അതിൽ ചിലപ്പോൾ ചില പിഴവുകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് എന്റെ ഈ അമല്, ഞാൻ നമസ്കരിച്ച എന്റെ നമസ്കാരം, ഞാൻ നോറ്റ എന്റെ ഈ നോമ്പ് അത് നീ സ്വീകരിക്കണേ എന്ന് എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ, റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹുവേ ഞാൻ ചെയ്ത എന്റെ ഈ അമല് അതിന് സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിച്ചതാണ് കഅബ പണിയുവാൻ വേണ്ടിയിട്ട്. ആ കഅബ പണിയുന്ന സമയത്ത് ആ കഅബ എല്ലാം പണിത് കഴിഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഇരുകരങ്ങളും റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അല്ലാഹുവാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ കഅബ പണിയുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ആ റബ്ബിനോട് തന്നെ നിന്നിൽ സ്വീകരിക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മമായാലും, അത് ഏതൊരു നല്ല കർമ്മമായാലും, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സ്വതക്കയാകട്ടെ, ഏതുമാകട്ടെ, ആ അമല് അതെന്റെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ആ റബ്ബിനോട് ആത്മാർത്ഥമായി, എന്റെ റബ്ബേ ഞാൻ ഈ ചെയ്ത അമലുണ്ടല്ലോ അത് നിന്റെ പ്രീതി ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം.
അതുപോലെ തന്നെ ഏതൊരു പ്രാർത്ഥന സ്വീകരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന വെക്കുന്നത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പ്രാർത്ഥനയും സ്വീകരിക്കുന്നതും ഏതൊരു അമലുകൾ സ്വീകരിക്കുന്നതും മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാകുന്നു. ആ മുത്തഖീങ്ങളാകാൻ, ആ ഒരു മുത്തഖീങ്ങളുടെ പാതയിലൂടെ പോകുവാൻ ആ രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന രൂപത്തിൽ അവിടുത്തെ സ്വഹാബത്തെ ജീവിച്ച് കാണിച്ചു തന്ന രൂപത്തിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ചിലപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ റമദാനിന്റെ ഏറ്റവും വലിയ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടിയാകുന്നു എന്നാണ്. ആ സൂക്ഷ്മതയാണ് ജീവിതത്തിലുടനീളം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിലും അത് മറ്റാര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധം, ആ റബ്ബ് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം, ആ റബ്ബ് കണ്ടു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് എനിക്കതിൽ പ്രതിഫലം ലഭിക്കുമെന്നുള്ള ബോധം, ആ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശവും അതാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാൽ ഹബ്ബത്തിൻ മിൻ ഖർദലിൻ വതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, നീ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് നീ ചെയ്യുന്നത് ആകാശങ്ങൾക്കും ഭൂമികൾക്കുമിടയിൽ ഒരു പാറക്കുള്ളിൽ വെച്ച് ആരും കാണാത്തൊരിടത്ത് വെച്ചാണ് നീ ചെയ്യുന്നതെങ്കിൽ പോലും അള്ളാഹു അത് കൊണ്ടുവരുട്ടോ, അള്ളാഹു അത് കൊണ്ടുവരുട്ടോ. അതുകൊണ്ട് ആ റബ്ബിനെ സൂക്ഷിച്ച്, ആ റബ്ബ് എന്നെ കാണുന്നുണ്ട്, ആ റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ നാളെ ആ റബ്ബിന്റെ അടുക്കിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. ഞാൻ റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും എന്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെടുമെന്നും ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും എന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുക എന്നുമുള്ള ചിന്തയായിരിക്കണം സഹോദരങ്ങളെ ഈ നീണ്ട റമദാനിന്റെ ശേഷം നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ റമദാനിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. നേരെ മറിച്ച് ഈ റമദാൻ കഴിഞ്ഞാലും ഇനിയുമുള്ള ദിവസങ്ങളിൽ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ആ രൂപത്തിൽ, ഏത് രൂപത്തിലാണോ റമദാനിനെ ഞാൻ വരവേറ്റത്, ഏത് രൂപത്തിലാണോ ആ റമദാനിനെ എന്നിൽ നിന്ന് ഞാൻ പറഞ്ഞയക്കുന്നത്, അതേ രൂപത്തിൽ ഇനിയുള്ള ദിവസങ്ങളും അത് എത്രയാണെങ്കിലും എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ആ രൂപത്തിൽ കൃത്യമായ നമസ്കാരത്തിൽ പള്ളിയിലേക്ക് വരണം, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കണം, കൃത്യമായി സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കണം, കൃത്യമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം, കൃത്യമായി രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കണം. ആ റബ്ബിനെ റമദാൻ മാസത്തിൽ ഏത് രൂപത്തിലാണോ നമ്മൾ ഭയപ്പെട്ടത്, ഏത് രൂപത്തിലാണോ ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ പാലിച്ചത്, അതേ രൂപത്തിലുള്ള സൂക്ഷ്മത ഇനി ഇവിടെ നിന്നും അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടരുവാൻ, ആ രൂപത്തിൽ ചിന്തിക്കുവാൻ, ആ രൂപത്തിൽ മാറുവാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഈ ഒരു സന്തോഷത്തിന്റെ വേളയിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ആ ഒരു രൂപത്തിൽ കൃത്യമായ സ്വതക്കകളൊക്കെ നൽകി, കൃത്യമായി നമുക്ക് നൽകാൻ പറ്റാവുന്ന സ്വതക്കകളൊക്കെ നൽകി. നമുക്കറിയാം ഈ റമദാൻ മാസത്തിൽ ഒരുപാട് സ്വതക്കകൾ നൽകിയവരാണ് നമ്മൾ. ആ ഒരു സ്വതക്ക അവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല, ഇനിയും നൽകണം. എത്രയാണോ നമുക്ക് സാധിക്കുന്നത്, 1 രൂപയാണെങ്കിൽ പോലും ആ 1 രൂപ നമ്മിൽ നിന്ന് പോകുമ്പോൾ 1 രൂപ പോകുന്നു എന്ന ഭയമല്ല, നേരെ മറിച്ച് ആ 1 രൂപ നൽകുമ്പോൾ എന്നിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിയുകയാണ്. ആ ബർക്കത്ത് എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ആ രൂപത്തിൽ എന്റെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചു, മറ്റുള്ളവരെ കാണുവാൻ വേണ്ടിയിട്ടില്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് എന്റെ റബ്ബ് കാണണം, ആ റബ്ബിന് വേണ്ടിയിട്ടാണ്, ആ റബ്ബിന്റെ മാർഗത്തിലേക്കാണ് ഞാൻ 1 രൂപ ചെലവഴിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ തുടരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കൃത്യമായ ആ ദീനിനെ പറ്റി മനസ്സിലാക്കി ആ ദീനിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ഈ എല്ലാ സൽക്കർമ്മങ്ങളും ഇനി അവിടെ നിന്നും അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ തുടരുവാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാവിധ ചെറിയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അത് ഏറ്റവും നല്ല സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാവിധ പ്രവർത്തനങ്ങളും, രാത്രി നമസ്കാരങ്ങളാകട്ടെ, നോമ്പാകട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും തുടരുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥൻ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മോടൊപ്പം കൂടാതെ പോയവരുണ്ട്, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുണ്ട്. ഈ റമദാൻ മാസത്തിന്റെ പകുതിയിൽ വെച്ച് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുണ്ട്. ഈ റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് എല്ലാവർക്കും ഈ രൂപത്തിൽ കൃത്യമായി ദീനിനെ പറ്റി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا أجرنا من النار ربنا أجرنا من النار ربنا أجرنا وأجر والدنا من النار ربنا أجرنا وأجر والدنا من النار رب ارحمهما كما ربونا صغارا وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. സഹോദരങ്ങളെ, നമുക്ക് ദാനധർമ്മ